പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കൊണ്ട് മാത്രമെന്നുള്ള ചിന്താ പദ്ധതികളാണ് ആരാധനയ്ക്കെതിരായി വരുന്ന മതനിരപേക്ഷത എന്ന് പറയണത്. അത് വിശ്വാസ നിരപേക്ഷതയായിട്ട് വരും, അവിശ്വാസമായിട്ട് തന്നെ വരും. അത് നമ്മൾ തിരിച്ചറിയണം. ചില ആൾക്കാർ പറഞ്ഞില്ലേ, ആരാധനാലയങ്ങൾ തുറക്കാൻ പോകുന്നുവെന്ന് ഗവൺമെൻറ് അനുവാദം കൊടുത്തപ്പോൾ തന്നെ എന്താ പറയണത്? ആരാധനാലയം തുറക്കണം എന്തിനാണെന്ന് അറിയാവോ? എന്തിനാണ്? ആത്മീയ കച്ചവടത്തിനാണ്, പണം. പിന്നെ പറയും, ഇന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് ഉണ്ട്, എന്താണെന്നറിയാവോ? അയൽവാസികൾക്ക് കൊടുക്കാനുള്ള കാശ് ദേവാലയത്തിൽ കൊണ്ട് നേർച്ചപ്പെട്ടി ഇടാൻ വേണ്ടിയാണ് ആരാധനാലയം തുറക്കുന്നതിൻ്റെ ഉദ്ദേശം. എല്ലാം ഇങ്ങനെ പറയണവരെല്ലാം പണം 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 എന്നാണ് പറയണത്. ആരാധനാലയം പണം. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയണം. നമ്മൾ അറിയാതെ കയറി അത് ശരിയാണെന്ന് വിശ്വസിക്കുകയില്ലേ? കാര്യം എല്ലാം പണമെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, ഇല്ലേ? എന്തിനും പണമെന്ന് പറയും, എന്ത് വാ പൊളിച്ചാൽ പണമെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ആരാധനയൊന്നും പ്രശ്നമല്ല, ദൈവം പ്രശ്നമല്ല, പണമാണ് പ്രശ്നം. ഒരു സ്ത്രീ ഒരു ആരാധന നടത്തി അപ്പത്തിൻ്റെ സമയത്ത്, അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആരാധന നടത്തി. അവളാണ് പറഞ്ഞത് ലോകത്തോട്, അപ്പം ഭക്ഷിക്കുമ്പോഴും ആരാധന നടത്താമെന്ന്. അല്ല, ആരാധന നടത്തുമ്പോൾ അപ്പം ഭക്ഷിക്കാമെന്നല്ല പറഞ്ഞത്. നമുക്ക് ലാസൻ്റെ പെങ്ങളെ ബethനിയയിലെ മറിയം തരുന്നൊരു ഭാഗമുണ്ട്, ഒരു പാഠമുണ്ട്. എന്താണ്? അപ്പം ഭക്ഷിക്കുമ്പോഴും ആരാധന നടത്താമെന്നാണ്. അവളത് എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മൾ ലൂക്കായുടെ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 12:5 വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അത്. യോഹന്നാൻ സുവിശേഷം 12:5 എന്താ എഴുതിയിരിക്കണത്? അവിടെ അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സദ്യ നടക്കുകയാണ്, കർത്താവിന് ഒരു വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്ന് നടക്കുമ്പോഴും ആ വിരുന്ന് പങ്കെടുക്കാതെ അവൾ ആരാധന നടത്തുകയാണ്. 300 ദിനാറയ്ക്കുള്ള സുഗന്ധതൈലം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ പൂശി ആരാധന നടത്തുകയാണ്. അവളെന്താ പറയണ ലോകത്തോട്? അപ്പത്തേക്കാൾ വലുതാണ് ആരാധനയെന്ന്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വിരുന്ന് കഴിക്കുന്ന സമയത്ത് അവൾ നടത്തുന്ന ആരാധനയ്ക്കെതിരെ വിമർശനമുണ്ടായി. വൈ ദിസ് വേസ്റ്റ് എന്നാ ചോദിച്ചത്. ഈ പണമുണ്ടെങ്കിൽ അത് വാങ്ങിച്ച്, അതിനപ്പം വാങ്ങിച്ച്, ഭക്ഷണം വാങ്ങിച്ച് പാവത്തങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നെന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്. ആരാണ്? ജൂഡാസ് കറിയോത്ത. അതാണ് സംഭവം. അവരുടെ ഒരു സുവിശേഷം സമാന്തരമായിട്ട് എല്ലാ കാലങ്ങളും ഉണ്ടാകും. വിശ്വാസിയെ തിരിച്ചറിയണം. ആരാധനയേക്കാൾ വലുതാണ് അപ്പമെന്ന് പറയുന്നത്. പക്ഷേ യോഹന്നാനൊരു കാര്യം പറയും, അവൻ കള്ളനാണെന്ന് പറയും. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റുന്ന നോക്കുന്ന അത് എന്തിൻ്റെ പേരിലായാലും അവൻ കള്ളനായിരിക്കും. അതാണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട്. കാര്യം എന്താണ്? ഈ സ്ത്രീ തന്നെ ചെയ്ത വേറൊരു കാര്യമുണ്ട്. മാർത്ത അടുക്കളയിൽ ആഹാരത്തിൻ്റെ ഭയങ്കര തിരക്കുകൾ കാണിക്കുമ്പോഴേ അന്നും അവൾ കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ട്, ഇത് ലാസറിൻ്റെ പെങ്ങള്, ഇനി മാർത്തായും മേരിയും നമ്മൾ ലൂക്കാ സുവിശേഷം അവതരിപ്പിക്കുന്ന മാർത്തായും മേരിയുമുണ്ട് 10:39. അത് ഇവർ തന്നെയാണ്. അന്നും മേരിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണ്? ആഹാരത്തെക്കാൾ വലുതാണ് ആരാധനയെന്ന്. അത് ബൈബിൾ ആദ്യകാലം മുതൽ ഫൈറ്റ് ചെയ്യുന്നൊരു വിഷയമാണ്, മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. ഉടനെ മാർത്ത വന്ന് പറയും ആഹാരമാണ് വലുതെന്ന് പറയും. കർത്താവിനോട് പറയും ആഹാരമാണ് വലുതെന്ന് പറയും. എന്നെ സഹായിക്കാൻ ആരാധിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഇപ്പം ആരാധന ആവശ്യമൊന്നുമില്ല, ഇപ്പം ആഹാരത്തിൻ്റെ സമയമാണ്, എന്നെ സഹായിക്കാൻ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താ വാക്ക്? മാർത്ത മാർത്ത, നീ പല കാര്യങ്ങളെ ഓർത്ത്. അതാണ് 10:39 10:39-40 ലൂക്കായുടെ സുവിശേഷം. പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യഗ്രചിത്തയായിരിക്കുന്നു.
മാർത്താക്കെതിരെ കർത്താവ് 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്: ഉത്കണ്ഠ, വ്യഗ്രചിത്തത, പരിഭ്രമം. ഇപ്പോൾ 10:39, 10:40 വായിക്കുമ്പോൾ വാക്കുകൾ കാണും. കർത്താവോട് പറഞ്ഞു, മാർത്ത, നീ പലതിനെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമായിരിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള അസ്വസ്ഥത, ആഹാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ അസ്വസ്ഥത എപ്പോഴും കാണും. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ, ദേവാലയം തുറക്കുന്ന കാണുമ്പോൾ, ആഹാര മേഖലയിൽ മാത്രം ഉദരമാണ് ദൈവം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ മാർത്തയുടെ അസ്വസ്ഥത കാണും, പരിഭ്രാന്തി കാണും. അത് വിശ്വാസം തിരിച്ചറിയണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയെക്കാളും ദൈവത്തെക്കാൾ വലുതാണ് തീറ്റയും കുടിയും. അതിനേക്കാൾ വലുതാണ് വിനോദമെന്നാണ് കൊടുത്ത കാളക്കുട്ടിയുടെ മുമ്പിൽ, സ്വർണ്ണത്തിൻ്റെ കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കുന്ന ജനത്തെക്കുറിച്ച് ദൈവവചനം പറയണത്. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 32:14 എഴുതിയിരിക്കുന്നത്. ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ തിന്നാനും കുടിക്കാനും വിനോദങ്ങൾ ഏർപ്പെടാനും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഈ വിനോദത്തിൻ്റെ സമൂഹത്തിലേക്കാണ് മോശ കർത്താവിൻ്റെ വചനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പറയും, The Lord God is your God. There shall not be another God. ഈ കാളക്കുട്ടിയാണ്. വിശ്വാസി വ്യക്തതയോടെയാണ് കർത്താവിൻ്റെ വചനം വായിക്കേണ്ടത്. കാലത്തിൻ്റെ ഓരോ സംഭവങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ഇതിനെ കത്തിച്ച് കളയുകയാണ് ചെയ്യണത്. ഗോൾഡൻ കാഫിനെ, സ്വർണ്ണത്തിൻ്റെ കാളയെ മോസസ് തല്ലിപ്പൊട്ടിച്ച് കത്തിച്ച് കളയും. അത് പറയാതെ നമ്മൾ പറയുന്ന വാക്കെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്. അങ്ങനെയുള്ള പ്രവണതകൾ കർത്താവിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ അങ്ങ് തുടർന്നു പോകുന്നത്. അതിനെതിരെയുള്ള ജാഗ്രതയാണ് വിശ്വാസ ജീവിതം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിൽജി. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായി പുണ്യാൾത്താരയിൽ എന്നെ കയറ്റി പ്രത്യക്ഷ സാക്ഷിയാക്കി എന്നെ കയറ്റി നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരു കൊടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് 17/9/2023 ഇതെൻ്റെ എട്ടാമത്തെ പുതുക്കലാണ്. ആദ്യത്തെ 5 ഉടമ്പടിയും എല്ലാ ഉടമ്പടിയും ഞാൻ കറക്റ്റ് 90 ദിവസത്തിനുള്ളിൽ വന്ന് പുതുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലേക്കാണ്, നിയോഗങ്ങളെക്കാളേറെ. അങ്ങനെ 5 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ ഓരോ നിയോഗങ്ങൾ വെച്ചിരുന്നെങ്കിലും എനിക്കൊന്നും സാധിച്ചു കിട്ടിയില്ല. 5ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുക, അതായിരുന്നു എൻ്റെ വലിയ നിയോഗം. അങ്ങനെ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് മെഡിക്കൽ കോഡിങ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോഡിങ്, ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് എങ്ങനെ അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വചനം തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഏശയ്യ 41:13, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന് ചേരുകയും ചെയ്തു. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലിരുന്നപ്പോഴൊക്കെ ഞാൻ പരിശുദ്ധ അമ്മേനെ അടുത്തിരുത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല, അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം, അമ്മ വന്ന് എന്നെ സഹായിക്കണം. ഞാനല്ല ഇത് ക്ലാസ് പഠിക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒന്നും ഞാനല്ല, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്, അമ്മ എന്നെ സഹായിക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു. ഓരോ ചാപ്റ്ററിൽ പഠിക്കുമ്പോഴും ഞാൻ അതിലൊക്കെ മനുഷ്യർക്ക് അസാധ്യമത് ദൈവത്തിന് സാധ്യമാണെന്ന വചനവും നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് എഴുതിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഓരോ ചാപ്റ്ററും പഠിച്ചിരുന്നത്.
ഞാൻ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഉടമ്പടി ഉപ്പിട്ട വെള്ളം ഞാൻ അടുത്ത് വെച്ചത് കുടിച്ചുകൊണ്ടിരുന്നു. ക്ലാസ് ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേയും ഞാൻ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ചും ഉപ്പും തേനും ഉള്ളിൽ കഴിച്ചുകൊണ്ടുമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എന്നെക്കാളും ഭയങ്കര എല്ലാവർക്കും നല്ല മാർക്കുണ്ടായിരുന്നു, എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ഞാൻ എന്താണേലും രണ്ടും കൽപ്പിച്ച് ഡിസംബർ 8 മാതാവിൻ്റെ അമൽഫ തിരുനാളിൻ്റെ അന്ന് എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ നോക്കിയ പോർഷൻസ് ഒന്നും വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എക്സാം എഴുതിയ എല്ലാവരും എക്സാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കരഞ്ഞോടാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. എക്സാം കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ വിതറുകയും തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അമ്മയും മാതാവ് എന്നെ സഹായിക്കാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്താൽ പിറ്റേ ദിവസം റിസൾട്ട് വരും. അങ്ങനെ ആ വീട്ടിൽ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനുമായിട്ട് ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൽ എവിടെയോ ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ളൊരു അത് ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ വന്ന് അച്ഛനെ കാണുകയും കൈവപ്പ് ശുശ്രൂഷ ചെയ്യുകയും അച്ഛൻ എനിക്ക് കാശ് രൂപം തന്ന് പോയി രക്ഷപ്പെടും മക്കളെ എന്ന് അവിടെ അന്ന് വന്നിരുന്ന എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ച വെളുപ്പിനെ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മ ഇവിടെ തോക്കുവാണെങ്കിൽ ഞാനല്ല തോക്കുന്നത്, അമ്മയാണ്. കാരണം നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാനിരുന്നത്, ഒരുമിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അമ്മ തോക്കാൻ ഇടവരുത്തരുത്, ഉടമ്പടി എടുത്ത ഒരു മക്കളെയും അമ്മ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അങ്ങനെ അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ അത്രയൊന്നും കിട്ടാനുള്ള യോഗ്യത അത്ര ഇല്ല എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കറക്റ്റ് പാസ് മാർക്ക് മതി, എങ്കിൽ മാത്രമേ അത് അമ്മ എനിക്ക് തന്നാന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു നമ്പർ തെളിഞ്ഞുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ഞാൻ വെളുപ്പിന് 3 മണിക്ക് റിസൾട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഞാൻ മനസ്സിൽ കണ്ട അതേ ആ ഒരു മാർക്ക് എനിക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ അന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് എന്നെക്കാളും മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാർക്ക് കൂടുതലുള്ള ആരും ജയിച്ചിട്ടില്ല, ഞാൻ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം നിന്ന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായത് കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും എനിക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിച്ച് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റത്തെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു. അപ്പോൾ അച്ഛൻ അന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ ഞാൻ അന്ന് ഇവിടുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് പോകണം, പള്ളിയിൽ പോകണം എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്നത് മാതാവിൻ്റെ പള്ളിയിലോട്ടാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് മാതാവിൻ്റെ പള്ളിയിൽ പോയി. തിരിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി. വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തൈലം തേച്ച് കുരിശ് വരച്ച് വണ്ടിയുടെ ചുറ്റിനും തൈലം തേച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി കാശുരൂപമൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് തൊടുപുഴയിൽ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നു. ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോവും. അതുപോലെ എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അവരെയും വിശ്വാസത്തിൽ വളർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും തന്നെ അവർ വന്ന് പറയും, അമ്മേ മാതാവിൻ്റെ തൈലം തേച്ചതാ, ഉപ്പ് കഴിക്കാന്താ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരെപ്പോഴും പറയുക. പിന്നീട് എനിക്ക് വന്നൊരു സണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ചെറിയ കുരുക്കൾ പോലെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടും എനിക്കത് മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിത്തൈലം തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എനിക്കത് പൂർണ്ണമായും രോഗസൗഖ്യം കിട്ടി. എൻ്റെ കുഞ്ഞിൻ്റെ തലയിലും അതുപോലൊരു ഡാൻഡ്രഫ് കാരണം ഒരു ചെറിയൊരു ഇതുപോലെ വന്നു. അതും ഉടമ്പടിത്തൈലം തേച്ച് പൂർണ്ണമായും സൗഖ്യം കിട്ടി. പിന്നെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാ മാസം തന്നെ പത്രം മേടിക്കാറുണ്ട്. മേടിച്ച് ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡുകളിലാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. 5ാമത്തെ ഉടമ്പടി വരെ എനിക്ക് അങ്ങനെ കാരുണ്യപ്രവർത്തികളിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നില്ല. എന്നോട്ട് ഞാൻ കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. അന്ന് മുതൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഓരോ കുർബാനയും ഓരോ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുർബാനയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ എങ്ങനെയോ എനിക്ക് നമ്മൾ കാസ അത് ഉയർത്തുമ്പോൾ എൻ്റെ കണ്ണീർ നിന്ന് അറിയാതെ കണ്ണുനീര് വരും.
അങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങളുള്ളതാണ്. ചില ദിവസം അവർ രാവിലെ എണീക്കുന്നതാണ്, എനിക്ക് കുർബാനയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും അമ്മ, കാരണം എൻ്റെ ചുറ്റിനും 2-3 പള്ളി ഉണ്ടെങ്കിൽ എല്ലായിടത്തും രാവിലെ തന്നെയാണ് കുർബാന. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് കുർബാന എന്തെങ്കിലും മിസ്സായ എനിക്കത് കാണണമെങ്കിൽ ഞാൻ പിന്നെ ടൗണിൽ പോകണം. അപ്പോൾ കുഞ്ഞുമക്കളെയും കൂടെ പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അച്ഛന്മാരുടെ ആശ്രമം വരികയും അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ എനിക്ക് രാവിലത്തെ കുർബാന മുടങ്ങിയാലും വൈകുന്നേരം അവിടെ പോയി കുർബാന കാണാൻ പറ്റും. ഇതുവരെ ഞാൻ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എത്ര രാത്രിയായാലും ഞാൻ വചനം വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അതുപോലെ എനിക്ക് ഈ ഉടമ്പടിയിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് 3-4 പേരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു, എനിക്കിങ്ങനെ മാതാവ് ഇങ്ങനെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഒക്കെ എന്നാൽ നമുക്ക് ജപമാല സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേരൂടെ ഒരു ജപമാല ഗ്രൂപ്പ് തുടങ്ങി. അതിലെന്നും ഞങ്ങൾ ഓരോരുത്തർക്ക് ആവശ്യം വെച്ചിട്ട്, ഞങ്ങളുടെ അല്ല, ഓരോരുത്തർക്ക് നമുക്കറിയാവുന്ന ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് കുറേ പേര് ആഡ് ചെയ്ത് ഇപ്പോൾ 10-30 പേരായി. അപ്പോൾ ഡെയിലി ഞാനതിൽ ഓരോരുത്തർക്ക് നിയോഗങ്ങളിടും, ജപമാല ആർക്കൊക്കെ ചെല്ലണമെന്ന് അങ്ങനെ അസൈൻ ചെയ്ത് ഞാനിടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് 8000 സംതിങ് ജപമാല മുത്തുമണികൾ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ജപമാല ഗ്രൂപ്പ് ഉള്ളത് കാരണം നമുക്ക് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് കിട്ടിയവരെ നന്മ ഉള്ളിലെ മാതാവിൻ്റെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലിക്കൊണ്ട് ആ ജപമാല എങ്ങനെയും പൂർത്തിയാക്കണം, അങ്ങനെ ഒരു ചിന്ത, ഒരു നിമിഷം പോലും വേറൊരു ചിന്തയിലോട്ട് പോകാതെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും വെറുതെ നടക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ട് എനിക്കുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു. വലിയൊരു ദൈവിക പദ്ധതിയാണ് ഈ ഉടമ്പടി. അതിലോട്ട് എന്നെ തിരഞ്ഞു പിടിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. നിത്യതയിലോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലോട്ട് എത്തുവാൻ വേണ്ടി എന്നെ സഹായിക്കാൻ ഞാൻ ഒരിക്കലും കൈവിട്ട് പോവില്ല. മാതാവിൻ്റെ കൈവിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഉടമ്പടി തന്നെയായിരിക്കും. ഉടമ്പടി ജീവിതത്തിൽ വന്നത് പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടത്. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയത്, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയത്, എൻ്റെ കുടുംബത്തിലാണെങ്കിലും സന്തോഷവും സമാധാനം, എന്നെ പൊന്നുപോലെ നോക്കുന്ന ഹസ്ബൻഡും മമ്മിയും എല്ലാവരും എനിക്ക് കിട്ടിയത്. അങ്ങനെ 1000 എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനെ ഈശോപ്പറ്റി 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ പേര് റോസ്ലിൻ. ഞാൻ താമരശ്ശേരി രൂപത മരഞ്ചാട്ടി ഇടവക അംഗമാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച മാതാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ജനുവരി 5, 2024 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എല്ലാ നഴ്സുമാരെ പോണക്കും ഒരുപാട് പ്രാവശ്യം OET എക്സാം എഴുതിയായിരുന്നു. എനിക്ക് റീഡിങ് മാത്രം പാസ്സാവുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് സ്വീകരിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. അച്ഛൻ ചോദിച്ചു എന്നാ എക്സാം എന്ന്. അപ്പം ഞാൻ 2 എക്സാം ആ മാസത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എഴുതിയ എക്സാമിനൊക്കെ എപ്പോഴും എനിക്കൊരു C എന്നുള്ള സ്കോർ മാത്രമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. ആ എഴുതിയ എക്സാമിൽ എനിക്ക് 2 പ്രാവശ്യവും എനിക്ക് B കിട്ടി. ഞാൻ ഓരോ ആൻസർ സെലക്ട് ചെയ്യുമ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് ന്യൂസിലാൻഡിന് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കുടുംബമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. മക്കളും എല്ലാവരും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഇത്രയും എക്സാം എഴുതി എന്നിട്ടും ഇത് എക്സാം തീർന്നിട്ടില്ല, നീ ഇനിയും എഴുതണം എന്ന് ഇങ്ങനെ കുർബാനയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എന്നോട് മാതാവ് പറയുന്നു ഇനിയും എക്സാം എഴുതണമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഓൾറെഡി വിസ വന്നതല്ലേ, നീ എന്തിനാണ് ഇനി എക്സാം എഴുതുന്നത്? അല്ല, എനിക്ക് ഒന്നും കൂടെ എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പോയി എഴുതി. അതിലെനിക്ക് മാതാവ് എല്ലാത്തിനും B തന്നു. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിൽ പോയി. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മാറി. അവിടെ ജോലി കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റത്തെ നിയോഗം, അമ്മേ മാതാവേ നീ എൻ്റെ കൂടെ വരണേന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലൊക്കെ തന്നെ എനിക്ക് ദുബായിൽ ലൈസൻസ് ഉണ്ട്, ന്യൂസിലാൻഡ് ലൈസൻസ് കിട്ടി, ഓസ്ട്രേലിയൻ ലൈസൻസ് കിട്ടി. ഈ 3 ലൈസൻസ് ഞാനിവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാൽക്ക വെച്ച് സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഞാനിവിടെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ലൈസൻസും എൻ്റെ ജീവിതവും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും ഒക്കെ ഞാൻ നിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പോകേണ്ട ദേശം ഏതാ, ഞാൻ പോകേണ്ട സ്ഥലം ഏതാ, അതെല്ലാം എനിക്ക് കാണിച്ചു തരണം. അതിന് തെളിവായിട്ട് എനിക്കൊരു ജോബ് വിസ തന്നാലേ ഞാൻ പോവുള്ളൂ, അല്ലാണ്ട് ഞാൻ പോകത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം. എനിക്കെൻ്റെ കുഞ്ഞു മക്കളാണ്, 4 പിള്ളേരാണ്.
അപ്പോൾ അവർ 4 പേരെയും ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മാതാവേ. എങ്ങോട്ടാണേലും നീ തീരുമാനിക്കുന്നത് നടക്കണം. ഇനി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ് എനിക്ക് അവിടെ പോകണം, എനിക്കിവിടെ പോകണം, എനിക്കത് വേണം, ഇത് വേണം. ഇനി എൻ്റെ ആഗ്രഹമല്ല, നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ തിരിച്ചു ചെന്നിട്ട് ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന്, ഉടമ്പടിയിൽ പേപ്പർ തരുമല്ലോ നമുക്ക്, റോസ് കളറിലുള്ള പേപ്പർ, ആ പേപ്പർ എടുത്ത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് നോക്കി. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഓരോന്നായി തിരുത്തി. അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ വന്നപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ, എൻ്റെ അടുത്ത് ജോലിയില്ല, പൈസയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കുർബാനയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ആകെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് എൻ്റെ നേഴ്സിംഗ് സ്കില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത്രയും നാൾ ഞാൻ നേഴ്സിംഗ് സ്കില്ല് ജോലി ചെയ്തതിനെല്ലാം ശമ്പളം വാങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ ശമ്പളം വാങ്ങുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ 1 വർഷം ഞാൻ പാലിയേറ്റീവ് കെയർ, എൻ്റെ ഇടവകയിലുള്ള പാലിയേറ്റീവ് കെയറും അടുത്ത ഇടവകയിലുള്ളിടത്തും പോയി പാലിയേറ്റീവ് കെയറിന് പോകുമായിരുന്നു. ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കാനും ഒത്തിരി പേർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരം മാതാവ് എനിക്ക് തന്നു. അതിന് ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എളിമപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. എനിക്ക് മാത്രമല്ല, അമ്മ ഇങ്ങനെ പാലിയേറ്റീവ് കെയറിന് പോവുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരെ അതൊരു വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള ഒരവസരമായിട്ട് ദൈവം എനിക്കത് ഒരുക്കി തന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ നേർന്ന് ഞാൻ 6 മാസമായിട്ട് ഓസ്ട്രേലിയക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നും അപ്ലൈ ചെയ്യും. ന്യൂസിലാൻഡിൽ പോയി ജോലി കിട്ടാണ്ട് തിരിച്ചു വന്ന എല്ലാ നേഴ്സുമാർക്കും അറിയാം, ഹസ്ബൻഡും വൈഫും ജോലി ഇല്ലാണ്ട് നിൽക്കുന്നു, 4 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ആ ബുദ്ധിമുട്ടും അതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജോലി എത്ര അപ്ലൈ ചെയ്തിട്ടും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ. എല്ലായിടത്തും എല്ലാ ന്യൂസ് പേപ്പർ എടുത്താലും നമുക്കറിയാം ഇപ്പോൾ എവിടെയും ജോലി കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ എല്ലാം വരുന്നതും ഓരോ നിയമങ്ങൾ മാറുന്നതും കാണും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഞാൻ എൻ്റെ മാതാവിനെ ഏൽപ്പിച്ചതാണ്, എൻ്റെ മാതാവ് എനിക്ക് തരും, എൻ്റെ മാതാവ് എനിക്ക് തരും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന് പോകാമെന്ന് തീരുമാനിച്ച് കുർബാന കഴിഞ്ഞിറങ്ങി നോക്കുമ്പം എനിക്കൊരു മെയിൽ വന്നേക്കുന്നു. എനിക്ക് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ. സാധാരണ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പേ സ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, ഒന്നും പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ചെയ്യാനോ സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. എനിക്ക് ആ ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. എൻ്റെ മാതാവ് ഇടപെട്ട് അവരെ ഞാൻ 2ാം വട്ടം ചോദിച്ചു, എനിക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. അവരോരോ ക്വസ്റ്റ്യനും എനിക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തു തന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വരണം, ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം തോന്നി ഇൻ്റർവ്യൂ തന്നതിന്. അപ്പോൾ ജോലി കിട്ടിയില്ലല്ലോ, ഇല്ല ജോലി കിട്ടുന്നത് എനിക്ക് മാതാവ് തന്നതാണ്, അതെനിക്ക് മാതാവ് തരും എന്നുള്ള ഉറപ്പ്. ഞാനിവിടെ വന്നു. ഹസ്ബൻഡ് ചോദിച്ചു, നീ എങ്ങനെ പോകുന്നു? ഞാൻ കോഴിക്കോട് നിന്ന് ഞാൻ ബസ്സിന് പോകും, നാളെ വൈകുന്നേരത്തെ ബസ്സിന് തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ബസ്സിന് കയറി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മാതാവിനോട് താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ചു ചെന്നു. മാതാവ് എനിക്ക് ആ ജോലി തരികയും അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. എനിക്ക് ജോബ് വിത്ത് PR എൻ്റെ ഫാമിലിയോട് കൂടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. ഈ മാസം 26-ാം തീയതി ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചപ്പം ഈശോ എനിക്ക് വേണ്ടി 1000 മടങ്ങ് ഇങ്ങോട്ട് നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പറ്റുന്നത്രയും ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും, കുഞ്ഞുങ്ങളെയും കൂട്ടി. എനിക്ക് 4 മക്കളാണ്, കുഞ്ഞുങ്ങളാണ്, എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോവണ്ടേന്ന് ചോദിച്ച് അവരെ കൂട്ടി ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്തൊരു ചാപ്പലുണ്ട്, അവിടെ ആരാധന ഉണ്ടാവാറുണ്ട്. ആ ചാപ്പലിൽ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും ജീവിതപങ്കാളിയും പോവും. പറ്റുമ്പോഴൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചു എന്ന് ഉറപ്പ് വരുത്തും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന പത്രങ്ങളെല്ലാം, എനിക്കിതല്ലാണ്ട് ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു ഏജൻറ്റ് പോലും ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിനോ ഓസ്ട്രേലിയ പ്രോസസ്സിനോ ഇല്ലായിരുന്നു, എല്ലാം തന്നെയായിരുന്നു. കാരണം നമുക്ക് അത്രയും പൈസ കൊടുത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. മിക്കവാറും ബാക്കിയുള്ള നഴ്സുമാർക്ക് മനസ്സിലാവും എന്നെ, നമ്മൾ ജോലിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പൈസ കൊടുത്ത് നമുക്കൊരാളെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ഇരുന്നായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാത്ത ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കാനായി മാതാവ് വിട്ടിരുന്നു.
ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അത് ഓരോ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് പ്രാർത്ഥിക്കുമ്പം ഓരോ പുതിയ മാർഗങ്ങൾ ഓരോ ദിവസവും തുറന്നു തരുമായിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും അവരോട് ഞാൻ പറയാനിരിക്കുന്നത്, നിങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് വരിക. മാതാവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. മാതാവിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ മാതാവ് നമുക്ക് തരും. യേശുവേ നന്ദി, യേശുവേ സ്തുതി.